ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയുടെയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് രണ്ടാം ഭാഗവും ഉണ്ടായി. ഇപ്പോഴത്തെ സിനിമയുടെ മൂന്നാം ഭാഗം ഒരുങ്ങുകയാണ്. സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്ന് കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫ് മനസ്സു തുറന്നിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ദൃശ്യം സിനിമയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണ് ജിത്തു. ജോർജ് കുട്ടി തന്റെ കുടുംബത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മരണം വരെ പോരാടുമെന്നും അയാൾ അങ്ങനെയാണെന്നും ജിത്തു പറയുന്നു. എന്നാൽ മറുവശത്ത് മകൻ അപായപ്പെട്ടുവെന്ന് അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുവെന്നും അത് എന്ത് തെറ്റ് ചെയ്താലും തങ്ങളുടെ മകനെ കൊല്ലാനുള്ള അവകാശം ഇല്ലെന്ന് വരുണിന്റെ മാതാപിതാക്കൾ ചിന്തിക്കുകയെന്നും ജിത്തു പറഞ്ഞു. ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു അനാഥനാണ്. സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് ജോർജ് കുട്ടി. ഇത്രയും സമ്പാദിച്ച കൂട്ടത്തിൽ അധ്വാനിച്ച് വളർത്തിയ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ അതുപോലെ അയാളത് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അതും മരണം വരെ പിടിച്ചു നിർത്തും. അത് പുള്ളിയുടെ ക്യാരക്ടറാണ്. അപ്പുറത്തെ വശത്ത് ഒരൊറ്റ മകനാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് വളർത്തുദോഷം ഉണ്ടായിട്ടുണ്ട്. പ്രഭാകർ എന്ന് പറയുന്ന ആൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ മകനാണ്. തുടക്കത്തിലൊക്കെ മകനെ കാണുന്നില്ലെന്ന് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഉള്ളിൽ എവിടെയോ മകൻ അപായപ്പെട്ടുവെന്ന ഫീലിംഗ് ഉണ്ട്. ആ പേടിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റില്ല. അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആർക്ക് ഇവനെ കൊല്ലാനുള്ള അവകാശമില്ല, ജിത്തു പറയുന്നു. അതേസമയം പ്രൊജക്റ്റ് സംബന്ധിച്ച് കൗതുകകരമായ മറ്റു ചില വിവരങ്ങൾ കൂടി ജിത്തു ജോസഫ് പങ്കുവച്ചു. ദൃശ്യം 3 അന്വേഷിച്ച് ഹിന്ദിയിൽ നിന്ന് സിനിമാക്കാർ വരുന്നതായുള്ള വാർത്തകൾ ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാം തിരക്കഥ പൂർത്തിയാകുന്നതിനായി കാത്തിരിക്കുകയാണ്. മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ചിത്രീകരണം തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അക്കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. ആദ്യം ഹിന്ദിയിൽ തുടങ്ങാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിയമപരമായി നേരിടുമെന്ന ഒരു സൂചന നൽകിയതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു. അതേസമയം ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയായതിനാൽ സെപ്റ്റംബർ പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കാമെന്നാണ് കരുതുന്നതെന്നും ജിത്തു പറയുന്നു. പനോരമ സ്റ്റുഡിയോസ് ആണ് ഹിന്ദിയിൽ ദൃശ്യം 3യുടെ നിർമ്മാണം. ഇവർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം 3യുടെ കാര്യവും ഉൾപ്പെടുത്തിയിരുന്നു. ദൃശ്യം 3 സജീവ നിർമ്മാണത്തിലാണെന്നും അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവഗനായിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിൽ ഉണ്ടായിരുന്നു. 2022 പുറത്തിറങ്ങിയ ദൃശ്യം 2വിന്റെ ഹിന്ദി റീമേക്കിന്റെയും സംവിധാനം അഭിഷേക് പഥക്കായിരുന്നു. അഭിഷേക് പഥക്കും സഹരചയിതാക്കളും ചേർന്ന് ദൃശ്യം 3 മൂന്നാം ഭാഗത്തിന്റെ ആശയം ജിത്തു ജോസഫിന് മുന്നിൽ അവതരിപ്പിച്ചെന്ന് 2023 ജൂണിൽ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഭിഷേക് പഥക് അവതരിപ്പിച്ച ആശയം ജിത്തുവിന് ഇഷ്ടമായെന്നും അതിനെ മുൻനിർത്തി ജിത്തു ജോസഫ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തുകയാണെന്നും എന്നാൽ ഈ റിപ്പോർട്ടുകളെ തള്ളി ജിത്തു പ്രതികരിച്ചിരുന്നു. ദൃശ്യം 3 പുറത്തുനിന്ന് കഥ എടുക്കില്ലെന്ന് കഥ കേട്ടെന്ന് പറയുന്നത് വാസ്തവമല്ലെന്നുമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം.